കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പോളിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വയനാട് വിഷന്റെ ആദരാഞ്ജലികൾ ആദ്യമായി അർപ്പിക്കുകയാണ്. ഇന്ന് പോളിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹർത്താൽ ആചരിക്കുകയാണ് വയനാട്ടിൽ. LDF-ഉം UDF-ഉം BJP-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമാധാനപരമായിരിക്കും ഹർത്താൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കടകൾ അടപ്പിക്കും, വാഹനങ്ങൾ ഓടിയാൽ തടയും എന്നൊക്കെ ഹർത്താൽ അനുകൂലികൾ മുന്നറിയിപ്പ് നൽകിയതിനാൽ തന്നെ ഇന്ന് രാവിലെ തന്നെ ഹർത്താൽ സജീവമായിരിക്കുകയാണ്. ജനങ്ങളെല്ലാം അവരുടെ ഒരു സ്വന്തം പ്രശ്നം എന്ന നിലയ്ക്ക് ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പോളിന്റെ മൃതദേഹം ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ആംബുലൻസിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 10 മണിക്ക് മുൻപായി തന്നെ വീട്ടിൽ മൃതദേഹം എത്തിക്കും എന്നാണ് അറിയുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പോളിന്റെ വീട്ടിൽ ഇന്ന് എത്തിച്ചേരുക. അതേസമയം വയനാടിന്റെ മുക്കിലും മൂലയിലും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി നഗരങ്ങളിലും പുൽപ്പള്ളിയിലും വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം വയനാടിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന മനസാക്ഷി ഹർത്താൽ പോലെ ആയിരിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അജീഷ് മരണപ്പെട്ടപ്പോൾ മനസാക്ഷി ഹർത്താലിനായിരുന്നു കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തതെങ്കിൽ ഇന്ന് മുഖ്യധാര പാർട്ടികളും ബ്രാഞ്ച് തലം വരെ വാർഡ് തലം വരെ അംഗങ്ങളുമുള്ള പാർട്ടികളാണ് ഇന്ന് ഇതിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. തന്നെയുമല്ല 17 ദിവസത്തിനിടയിൽ 3 പേരാണ് 3 മനുഷ്യ ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊരിഞ്ഞത്. ആദ്യം തോൽപ്പെട്ടിയിലെ ലക്ഷ്മണനെ തോട്ടത്തിൽ മരിച്ച നിലയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പിന്നീട് ആ വേദന മാറും മുമ്പാണ് നമുക്ക് 10-ാം തീയതി അജീഷിനെ കൂടി നമുക്ക് നഷ്ടപ്പെട്ടത്. അജീഷിന്റെ മരണത്തിന് ഉത്തരവാദികളെ പിടികൂടണം, അല്ലെങ്കിൽ അജീഷിന്റെ മരണത്തിന് കാരണമായ ബേലൂർ മഗ്നയെ പിടികൂടണം. അതിനുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിനുള്ള ദൗത്യം തുടരുന്നതിനിടെയാണ് ഇന്നലെ വനം വകുപ്പിലെ തന്നെ താൽക്കാലിക വാച്ചറായിട്ടുള്ള കുർവ ദ്വീപിലെ ജീവനക്കാരൻ കൂടി മരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ കനത്ത പ്രതിഷേധമാണ്. 3 ജീവനുകൾ പൊലിഞ്ഞ സാഹചര്യത്തിൽ ഭരണകൂടം കൃത്യമായി ഇടപെടണം. അതുപോലെ തന്നെ മരിച്ച ഇദ്ദേഹത്തിന് പോളിന് മതിയായ ചികിത്സ ആശുപത്രിയിൽ ലഭിച്ചില്ലെന്ന ഒരു പരാതിയും മകൾ ഉന്നയിച്ചിട്ടുണ്ട്. അജീഷിന്റെ മകൾ പറഞ്ഞ വാക്കുകൾ നമ്മളുടെ കാതുകളിൽ നിന്ന് മായുന്നതിന് മുൻപെയാണ് പോളിന്റെ മകളും ഇന്നലെ ഒരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ പപ്പ 2 മണി വരെ ജീവിച്ചിരുന്നെങ്കിൽ 2 മണിക്ക് ശേഷവും ജീവിക്കുമായിരുന്നു, ആശുപത്രിയിൽ മികച്ച ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനന്തവാടി ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് എന്ന് പ്രഖ്യാപനം നടത്തി അവിടെ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതെ വന്നതിനാലും ചികിത്സ വൈകിയതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളും ഇന്നലെ അരങ്ങേറിയിരുന്നു. ഇന്നലെ കനത്ത പ്രതിഷേധമാണ് വയനാടിന്റെ പല ഭാഗങ്ങളിൽ നടന്നത്. ഇന്ന് അതേ പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. എല്ലാ സംഘടനകളും എല്ലാ പാർട്ടികളും സജീവമായി രംഗത്തിറങ്ങിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ കാണുന്നത്. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.